മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിലെ പാലാ പിഴക് പാലം ജംഗ്ഷൻ സ്ഥിരം അപകടക്കെണിയാവുകയാണ്. തുടർച്ചയായ അപകടങ്ങളിൽ പൊലിഞ്ഞുപോയത് 10 ജീവനുകളാണ്. എന്നാൽ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാൻ അധികൃതർ ഇപ്പോഴും തയ്യാറാകുന്നില്ല. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരുന്നു. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ 2017 മുതലാണ് പിഴക് പാലം ജംഗ്ഷനിൽ അപകടങ്ങൾ പെരുകിയത്. വളവുകൾ നിവർത്തി റോഡ് നവീകരിച്ചതോടെ വാഹനങ്ങൾക്ക് വേഗം കൂടി. എന്നാൽ പിഴക് പാലത്തിൽ റോഡ് നവീകരണത്തിലുണ്ടായ പാളിച്ച പിന്നീടാണ് വ്യക്തമായത്. പാലത്തിന്റെ ഇരുവശത്തുമുള്ള വളവും മറ്റൊരു റോഡ് വന്നു ചേരുന്നതും അപകടങ്ങൾക്ക് പ്രധാന കാരണമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. 100 കണക്കിന് അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ഒരു 10-ലധികം ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം അപകടങ്ങളാണ് ഓരോ ദിവസവും. ഒരു 2 ആഴ്ച കാലമായിട്ട് എല്ലാ ദിവസവും തന്നെ അപകടം ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പം വണ്ടി ഓടിച്ചു വരുന്ന ആളുകളുടെ ഓവർ സ്പീഡാണോ അതോ റോഡിന്റെ അലൈൻമെന്റ് എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാണെങ്കിലും നിരന്തരം അപകടങ്ങളുണ്ട്. എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ നടക്കുന്നുണ്ട്. മിക്കവാറും ഇന്നലെ തന്നെ 2 നടന്നു. നിലവിൽ ഈ പാലത്തിന്റെ കുഴപ്പമാണ്. നിലവിൽ പാലം ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അവിടുന്ന് തൊടുപുഴയെന്ന് വരുന്ന വണ്ടിക്കാർക്ക് വഴി നേരെയാണെന്നുള്ളൊരു ധാരണയിലാണ് വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് വന്നു കഴിയുമ്പോഴേ ഈ 2 വളവ് ഒന്നിച്ചുള്ളതുകൊണ്ട് വണ്ടിക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോക്ക് നടക്കുകയില്ല. ചില സ്പീഡിലും കൂടെയാണ് പറയാൻ വേണ്ട. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 10 പേർ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 വീലർ കാൽനട യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. കടനാട് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് തൊടുപുഴ റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാത്തതും അപകട കാരണമാകുന്നു. ഇതിപ്പോ 2016 തൊട്ട് ഇങ്ങോട്ട് 2026 വരെയും പരാതികളെല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പരിഹാരങ്ങൾ മാത്രം ഉണ്ടാകുന്നില്ല. ജനങ്ങൾ ഇവിടെ വരുന്ന ഏറ്റവും അധികം ആൾക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് ഈ റോഡിന്റെ അവസ്ഥ അറിയത്തില്ല. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പിഴക് പാലം എന്ന് പറഞ്ഞ അപകടമാണ്. അപ്പൊ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. നിരവധി വണ്ടികളാണ് ഇതോടൊപ്പം തന്നെ ടോട്ടൽ ലോസ് ആയി പോയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കർണാടക റോഡിൽ നിന്ന് വരുന്നത് വെൽ മൗത്തില്ല. ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലൂടെ കയറി വരുമ്പം നല്ലൊരു എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് തൊടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ റോഡിൽ നിന്ന് വരുന്ന കർണാടക റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണത്തില്ല. അപ്പോൾ വന്ന് കയറുന്നു, ഇടിക്കുന്നു. ഇതാണ് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്. ഈ റോഡ് പുനരുദ്ധരിക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നു. ഈ പുതിയ 2 വരിപ്പാത വന്ന പിന്നെയാണ്, പുതിയ വഴി വന്ന പിന്നെയാണ് ഇതുപോലെ അപകടം ഉണ്ടാകുന്നത്. ഇതിന് മേലധികാരികൾ പലരും വന്ന് സർവേ നടത്തുകയും അതിന് യാതൊരുവിധ പോംവഴികളും ഇതുവരെ ആയിട്ടില്ല. ഈ അപകടങ്ങൾ ദിവസവും തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാറ്റ്പാക്ക് സംഘം നടത്തിയ പരിശോധനയിൽ പ്രദേശം അപകട മേഖലയാണെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാർ ചേർന്ന് ഒരു ഭീമഹർജി കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. പാലം വീതി കൂട്ടി നവീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് ബജറ്റിൽ അനുവദിച്ചാൽ നിർമ്മാണ പ്രവർത്തനം നടത്താമെന്നാണ് PWDയും പറയുന്നത്. റോഡ് നവീകരണം വൈകുകയാണെങ്കിൽ സ്പീഡ് ബ്രേക്കറുകളും സിഗ്നലുകളും സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളും കൈക്കൊള്ളണമെന്നും നാട്ടുകാർ പറയുന്നു. കോട്ടയത്ത് നിന്ന് ഷിബു കണിയാങ്കുളത്തിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.